നമ്മൾ എന്താ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, നമ്മുടെ RH വിറ്റാഗിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ RH വിറ്റാഗ് സയന്റിസ്റ്റ് എന്ത് ചെയ്തു? നമ്മുടെ ഈ ഓർഗാനിസത്തിനെയൊക്കെ 5 കിങ്ഡംസിലായിട്ട് എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് ഓർഗാനിസത്തിനെ എന്ത് ചെയ്തില്ല? കൺസിഡർ ചെയ്തില്ല. അപ്പോൾ അത് ഏതെല്ലാമാണ് ആ ഓർഗാനിസം എന്ന് നമുക്ക് നോക്കി നോക്കാം. ഏതൊക്കെയാ? വൈറസ്, വൈറിയോൺസ്, ലൈക്കൻസ്, ഒന്നുകൂടിയുണ്ട് പ്രിയോൺസ്. ഓക്കെ, സോ ദീസ് ഓർഗാനിസംസ് ആർ അസെല്ലുലാർ ഓർഗാനിസംസ്. ഇവരെന്ന് പറയുന്നത് അസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരുന്നു, അതായത് അവയ്ക്ക് സെല്ല് ഇല്ല. ഓക്കെ, ഇങ്ങനെ സെല്ലില്ലാത്ത ഓർഗാനിസംസ്, സോ ചിലപ്പോൾ അവരെന്താണ്? ദേ ആർ ലിവിങ് ഓർഗാനിസംസ്, ബട്ട് ദേ ആർ ഡു നോട്ട് കൺസിഡർ ഇൻ ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഓർഗാനിസത്തിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പഠിച്ചാലോ? ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് വൈറസ്. നമുക്കറിയാം അല്ലേ, വൈറസ്. അപ്പോൾ ആദ്യം വൈറസിനെ കുറിച്ചുള്ള കുറച്ച് ഡിസ്കവറി നമുക്ക് നോക്കി നോക്കാം. ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവിടെ കണ്ടെത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സയന്റിസ്റ്റ് ആണ് ലൂയിസ് പാസ്റ്റർ. ലൂയിസ് പാസ്റ്റർ, ഇതാണ് നമ്മുടെ സയന്റിസ്റ്റ്. അദ്ദേഹം എന്താ കണ്ടെത്തി നോക്കാം. അദ്ദേഹമാണ് നമ്മൾ ഇന്ന് കാണുന്ന വൈറസിന്റെ വൈറസ് എന്ന് പറഞ്ഞ നെയിം ഇട്ട് കൊടുത്തത്. ഹി ഗീവ്സ് എ നെയിം വൈറസ്. സോ വൈറസ് വിച്ച് മീൻസ് ഇറ്റ്സ് എ വീനം ഓർ പോയ്സണസ് ഫ്ലൂയിഡ്. വീനം അല്ലെങ്കിൽ പോയ്സണസ് ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന നെയിം, അതായത് വൈറസ് എന്ന പേര് നൽകിയ ഫാദറാണ് ആര്? നമ്മുടെ ലൂയിസ് പാസ്റ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് സയന്റിസ്റ്റ് ആണ് DJ ഇവാനോസ്കി. എന്താണ് അദ്ദേഹം ചെയ്തത് നമുക്ക് നോക്കാം. അദ്ദേഹം 1892 ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് കോസ് ചെയ്യുന്ന കോസേറ്റീവ് ഓർഗാനിസം ഏതാണെന്ന് കണ്ടെത്തി. ഏതാണ് കോസേറ്റീവ് ഓർഗാനിസം? യെസ്, ടൊബാക്കോ മൊസൈക്ക് വൈറസിനെ കണ്ടെത്തിയ ആളാണ് നമ്മുടെ DJ ഇവാനോസ്കി. ഇത് കൂടാതെ അദ്ദേഹം വേറൊരു കാര്യം കൂടി കണ്ടെത്തി. നമ്മുടെ വൈറസ് എന്ന് പറയുന്നത് ബാക്ടീരിയനെക്കാട്ടും സ്മോളർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സയന്റിസ്റ്റ് ആണ് നമ്മുടെ MW ബെയ്ജനിക്. എന്താണ് MW ബെയ്ജനിക് ചെയ്തത് നോക്കാം. 1898 അദ്ദേഹം എന്ത് ചെയ്തു? ഈ ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് ബാധിച്ച പ്ലാന്റിന്റെ എക്സ്ട്രാക്ട് എടുത്തു. ഓക്കെ, എന്നിട്ട് ഈ എക്സ്ട്രാക്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിലോട്ട് എന്ത് ചെയ്തു? കൊടുത്തു. അപ്പോൾ ആ ഹെൽത്തി പ്ലാന്റ് അവിടെ എന്തായി? ഇൻഫെക്റ്റഡ് ആയി. ആൻഡ് ദിസ് ഷോസ് ദാറ്റ് ദിസ് എക്സ്ട്രാക്ട് ദാറ്റ് കളക്റ്റഡ് ഫ്രം ദ ഇൻഫെക്റ്റഡ് പ്ലാന്റ് ഈസ് കണ്ടെയ്ൻ സം കോസേറ്റീവ് ഓർഗാനിസം. Okay, and that fluid, he named the fluid is Contagium vivum fluid. Okay, അദ്ദേഹം കളക്ട് ചെയ്ത ഫ്ലൂയിഡിനെ Contagium vivum fluid എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം അദ്ദേഹം കൊടുത്തു. ഓക്കെ, ദിസ് ഫ്ലൂയിഡ് ഈസ് എ ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. അതിൻ്റെ മീനിങ് ആണ് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. ആൻഡ് ദാറ്റ് കണ്ടെയ്ൻ ദ വൈറസ്. ഏത് വൈറസാ? ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ക്ലിയർ ആണോ? ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന സയന്റിസ്റ്റ് ആണ് നമ്മുടെ WM സ്റ്റാൻലി. ഇനി അദ്ദേഹം എന്താ ചെയ്തത് നമുക്ക് നോക്കാം. അദ്ദേഹം 1935 നമ്മുടെ ഈ വൈറസിനെ ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പം അദ്ദേഹം പറയും നമുക്ക് വൈറസിനെ ക്രിസ്റ്റലൈസ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കൂടാതെ അദ്ദേഹം വേറൊരു കണ്ടെത്തലും കൂടി നടത്തി. ഈ ക്രിസ്റ്റൽസിൽ കൂടുതലായിട്ടും ഉള്ളത് പ്രോട്ടീൻസ് ആണ്. ദ ക്രിസ്റ്റൽസ് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, സോ അതാണ് നമ്മുടെ സ്റ്റാൻലിയുടെ കണ്ടുപിടുത്തം. അപ്പോൾ നമുക്ക് 4 സയൻറ്റിസ്റ്റുകളുണ്ട്. ആ 4 സയൻറ്റിസ്റ്റുകൾ എന്താണ് അവിടെ കണ്ടെത്തിയത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഈ റീസണിൽ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് വൈറസിനെ കുറിച്ച് ഫീച്ചേഴ്സ് നോക്കാം. സോ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രൂ ലിവിങ് ആയിട്ടുള്ള ഒരു തിങ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ RH വിറ്റാഗർ അതിനെ എന്ത് ചെയ്ത് ഒഴിവാക്കിയിട്ടത്. സോ വൈറസ് എന്ന് പറയുന്നത് പുറത്ത് ഔട്ട്സൈഡിൽ അതൊരു നോൺ ലിവിങ് പാർട്ടിക്കിളാണ്. ഓക്കെ, ഇറ്റ്സ് എ നോൺ ലിവിങ് പാർട്ടിക്കിൾ ഔട്ട്സൈഡ് ദ ലിവിങ് വേൾഡ്. പക്ഷേ ഇതൊരു ഹോസ്റ്റ് ബോഡിയിലോട്ട് എൻ്റർ ചെയ്തു വിചാരിക്കാം. ഇറ്റ്സ് എൻ്റർ ഇൻ ടു എ ഹോസ്റ്റ് ബോഡി. ഒരു ലിവിങ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് ബോഡിയിൽ എൻ്റർ ചെയ്താൽ വൈറസ് എന്ത് ചെയ്യും? വൈറസ് ഈ ഹോസ്റ്റ് ബോഡിയിൽ മെഷീനറീസ് ഒക്കെ എന്ത് ചെയ്യും? കൈക്കലാക്കും. ഓക്കെ, എന്നിട്ട് വൈറസ് പറയും നീ ഇങ്ങനെ ചെയ്യടാന്ന് പറയും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ എമൗണ്ട് അവിടെ കൂട്ടും. സോ വൈറസ് അവിടെ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ്ലി മൾട്ടിപ്ലൈ ചെയ്യും ഹോസ്റ്റ് സെല്ലിൽ. എന്നിട്ട് എന്ത് ചെയ്യും? ഹോസ്റ്റ് സെല്ലിലെ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യും. അവർ മെഷീനറി ഒക്കെ കൈക്കലാക്കി പിടിച്ച് അവരവിടെ വാഴും.
Okay, and that result in this parasite becomes obligate. പാരസൈറ്റ് അവിടെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ജീവിച്ച് ആ ഹോസ്റ്റിൻ്റെ ഡെഡ് ആവുന്ന വരെ, ഹോസ്റ്റ് ഡൈ ആവുന്ന വരെ അതെന്ത് ചെയ്യുന്നു, അവിടെ താമസിക്കുന്നു. ഓക്കെ, സോ വൈറസ് എന്ന് പറയുന്നത് ഔട്ട് സൈഡിലെ നോൺ ലിവിങ് പാർട്ടിക്കിളാണ്. when it enters into the host body it becomes living. Okay, this virus എന്ന് പറയുന്നത് which is having a crystalline structure, ഒരു ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മുടെ വൈറസിനുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ നമ്മുടെ ഇവാനോസ്കി ഒരു കാര്യം പറഞ്ഞു, എന്താ, ബാക്ടീരിയയെക്കാട്ടും വളരെ സ്മോളർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് നമ്മുടെ വൈറസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി വൈറസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോ. നെക്സ്റ്റ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് വൈറസ്. വൈറസിനെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വൈറസ് ഈസ് നോട്ട് എ ട്രൂ ലിവിങ് ഓർഗാനിസം. അതുകൊണ്ട് തന്നെ നമ്മുടെ RS ഫിറ്റാഗ് നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം എന്തിനെ ഇൻക്ലൂഡ് ചെയ്തില്ല, നമ്മുടെ വൈറസിനെ ഇൻക്ലൂഡ് ചെയ്തില്ല. സോ ഈ വൈറസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ ലിവിങ് പാർട്ടിക്കൽ ഔട്ട്സൈഡ് ഓഫ് ദ ലിവിങ് വേൾഡ്. പുറത്ത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇൻ atmosphere, in an environment, it's act as a non-living particle. It's not a living thing. It's a non-living particle. But when it enters into a host body, ഒരു ഹോസ്റ്റ് ബോഡിയുടെ ഉള്ളിലേക്ക് നമ്മുടെ വൈറസ് എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ വൈറസ് എന്ത് ചോദിച്ചാൽ ഈ ഹോസ്റ്റിൻ്റെ സെൽ മിഷനറി അവരെന്ത് ചെയ്യുന്നു, കയ്യിലെടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് പറയുന്നു, വൈറസിൻ്റെ പാർട്ടിക്കിൾസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുന്നു. ഓക്കെ, സോ വൈറസ് അവിടെ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, കുറേ പ്രോജനീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹോസ്റ്റ് ബോഡീനെ ആര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വൈറസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഔട്ട് സൈഡിൽ അതൊരു നോൺ ലിവിങ് പാർട്ടിക്കിൾ ഒരു ബോഡിയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം എ ലിവിങ് പാർട്ടിക്കിൾ. ഓക്കെ, വൈറസ് ഈസ് ഹാവിങ് എൻ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. സോ വൈറസിൻ്റെ സ്ട്രക്ചറാണ് ഒരു ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ് വൈറസിന് ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ ഇവാനോസ്കി പറഞ്ഞ പോലെ വൈറസ് എന്ന് പറയുന്നത് ബാക്ടീരിയനെക്കാട്ടും സ്മോളർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് വൈറസ്. ഓക്കെ, വൈറസ് ഈസ് ആൾസോ എ ന്യൂക്ലിയോ പ്രോട്ടീൻ. ഇതൊരു ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. മെയിനായിട്ടും അതിനുള്ളത് ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും. either it is DNA or RNA. ഒന്നല്ലെങ്കിൽ DNA ആവാം അല്ലെങ്കിൽ RNA ആവാം. ഈ ജനറ്റിക് മെറ്റീരിയലിനെ കവർ ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ കോട്ട് പ്രസൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് പ്രോട്ടീൻ കോട്ട് ഈസ് കോൾഡ് ആസ് ക്യാപ്സിഡ്. എന്താ വിളിക്കുക? ക്യാപ്സിഡ്. ഈ ക്യാപ്സിഡ് മേഡപ്പ് ചെയ്തിരിക്കുന്നത് ചെറിയ സബ് യൂണിറ്റ് കൊണ്ടാണ്. ആൻഡ് ദീസ് സബ് യൂണിറ്റ്സ് ആർ കോൾഡ് ആസ് ക്യാപ്സോമിയേഴ്സ്. അപ്പോൾ ഈ ചെറിയ സബ് യൂണിറ്റുകൾ ചേർന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ക്യാപ്സിഡ് പ്രൊഡ്യൂസ് ചെയ്തു. ദിസ് ഈസ് എ പ്രോട്ടീൻ കോട്ട് ദാറ്റ് കവർ ദ ഇൻഫെക്ഷ്യസ് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് വൈറസ്. സോ ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് വൈറസ്. ക്ലിയർ ആണോ? സോ അത്രയേ ഉള്ളൂ നമ്മുടെ വൈറസ്. ആൻഡ് ദിസ് ഇസ് എ പിക്ചർ ഓഫ് ടൊബാക്കോ മൊസൈക്ക് വൈറസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ആൻഡ് ദിസ് ഈസ് എ ബാക്ടീരിയോഫേജ്. എന്താണിത്? ബാക്ടീരിയോഫേജ്. ഇത് ബാക്ടീരിയ ആണോ? അല്ല, ഇത് ബാക്ടീരിയ അല്ല. നമ്മൾ ബാക്ടീരിയനെ കഴിക്കുന്ന ഒരു വൈറസ് ആണ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയ ഈറ്റിംഗ് വൈറസ് ആണ് ബാക്ടീരിയോഫേജ്. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ദ ഫിഗർ എന്ന് ചോദിക്കാം. ഓക്കെ, സോ പിക്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി പഠിക്കണം. ഏതാണ് ആ പിക്ചർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസസുകൾ ഏതൊക്കെയാണെന്നാണ്. സോ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? സ്മാൾ പോക്സ്, എയ്ഡ്സ്, മംസ്, ഹെർബ്സ്, ഇൻഫ്ലുവൻസ. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കേസുകളാണ് അല്ലേ? സോ കുറച്ച് വൈറസ് കോസിങ് ഡിസീസസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് വൈറോയിഡ്സ്. എന്താണ് വൈറോയിഡ്സ്? സോ വൈറോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ട് എന്നിട്ട് റിമൂവ് ചെയ്യും. ഓക്കെ, ഓർമ്മിക്കാനുള്ള കാര്യമാണ് പറയുന്നത്. വൈറോയിഡ്സിൽ വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ട് റിമൂവ് ചെയ്താൽ ഉള്ളിൽ ആരാളുള്ളത്? ജനറ്റിക് മെറ്റീരിയൽ മാത്രമാണുള്ളത് അല്ലേ? സോ ഇവയ്ക്ക് ആകെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു RNA മാത്രമാണുള്ളത്, വിത്തൗട്ട് എനി പ്രോട്ടീൻ കോട്ട്. ഓക്കെ, വൈറോയിഡ് എന്ന് പറയുന്നത് വൈറസിനെക്കാട്ടും സ്മോളർ ആണ്. ബിക്കോസ് അതിന് പ്രോട്ടീൻ കോട്ടില്ല അല്ലേ? സോ വൈറസിന് പ്രോട്ടീൻ കോട്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, വൈറോയിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് കൂടുതലായിരിക്കും.
സോ വൈറോയിഡ്സ് എന്ന് പറഞ്ഞാൽ വൈറസിനെക്കാട്ടും സ്മോളർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ദെൻ വൈറോയിഡ്സ് ആരാ ഡിസ്കവർ ചെയ്തതെന്നാണ് പഠിക്കാനുള്ളത്. ആരാ? യെസ്, ഇറ്റ്സ് T.O. Dehner in 1971. സോ ഇയർ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, പക്ഷേ ഇയർ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ സയൻറ്റിസ്റ്റിൻ്റെ പേര് എപ്പോഴും ചോദിക്കാറുണ്ട്. വൈറോയിഡ് ഡിസ്കവർ ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റാണ് T.O. Dehner. ആൻഡ് വൈറോയിഡ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഏതാ? യെസ്, പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. സോ ആകെ 4 പോയിന്റ് വൈറോയിഡ്സിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. വൈറോയിഡ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ഓക്കെ, ഇത് കൂടാതെ വേറൊരു ഓർഗാനിസത്തിനെ കൂടി നമ്മുടെ സയൻറ്റിസ്റ്റ് വിട്ട് കളഞ്ഞു. ആൻഡ് ദാറ്റ് ഓർഗാനിസം ഈസ് നോൺ ആസ് പ്രയോൺസ്. പ്രയോൺസ് ഇത് അബ്നോർമലി ഫോൾഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. പ്രയോൺസ് എന്താണിത്? ഇറ്റ്സ് അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ്. ഓക്കെ, അപ്പോൾ ഈ പ്രയോൺസും നമ്മുടെ വൈറസിനും ഏകദേശം സിമിലർ ആയിട്ടുള്ള സൈസാണ്. ഓക്കെ, പ്രയോൺസിനും വൈറസിനും ഏകദേശം സിമിലർ സൈസാണ്. ഈ പ്രയോൺസ് കോസ് ചെയ്യുന്ന ഡിസീസാണ് മാഡ് കൗ ഡിസീസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാഡ് കൗ ഡിസീസ്. അതിന് ശരിക്കുള്ള നെയിം BSE എന്നാണ് അതിനെ വിളിക്കുന്നത്. BSE. BSE ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങളോട് ചോദിക്കാം. ഇറ്റ്സ് ബോവിൻ, എന്താണ്? ബോവിൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി. ബോവിൻ സ്പോഞ്ചിഫോം ആൻഡ് സെഫാലോപ്പതി എന്നാണ് നമ്മുടെ BSEയുടെ ഫുൾ ഫോം. ഇറ്റ്സ് ആൾസോ നോൺ ആസ് മാഡ് കൗ ഡിസീസ്. ആരെ കോസ് ചെയ്യുന്നത്? പ്രയോൺസ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാഡ് കൗ ഡിസീസിൻ്റെ ഒരു അനലോഗ്, അതായത് അതേപോലത്തെ ഒരു വാരിയൻറ്റ് നമ്മുടെ ഹ്യൂമൻസിലും ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഡിസീസ് ഈസ് കോൾഡ് ആസ് CR ജേക്കബ് ഡിസീസ്. എന്താ ഡിസീസിൻ്റെ പേര്? CR ജേക്കബ് ഡിസീസ്, അഥവാ നമ്മളെന്ത് വിളിക്കും? CJD എന്ന് വിളിക്കും. ഓക്കെ, CR ജേക്കബ് ഡിസീസ്. സോ അത്രയുള്ള പ്രയോൺസ്. ഇപ്പോൾ നമ്മൾ വൈറസ് പഠിച്ചു, വൈറോയിഡ്സ് പഠിച്ചു, പ്രയോൺസ് പഠിച്ചു. ഇനി ഇത് കൂടാതെ നമ്മുടെ സയൻറ്റിസ്റ്റ് വിട്ടുപോയിട്ടുള്ള ഒരു നെക്സ്റ്റ് ഓർഗാനിസം ആയിരുന്നു നമ്മുടെ ലൈക്കൻസ്. സോ ലൈക്കൻസ് എന്താ നമ്മൾ നേരത്തെ പഠിച്ചു. എന്താ ലൈക്കൻസ്? യെസ്, ഇറ്റ്സ് എ അസോസിയേഷൻ ഓഫ് ആരൊക്കെയാ? ഫംഗസും ആൽഗയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ലൈക്കൻസ് എന്ന് വിളിച്ചത്. എന്താണ് സിംബയോട്ടിക് അസോസിയേഷൻ? എന്താ? രണ്ടാൾക്കും ബെനിഫിറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ്സ് കോൾഡ് സിംബയോട്ടിക് അസോസിയേഷൻ. സോ അപ്പോൾ ലൈക്കനിൽ 2 ആൾക്കാരാണുള്ളത്, 2 കമ്പോണൻസ് ആണ്. ആരൊക്കെയാ? ഫംഗസും ആൽഗയും അല്ലേ? അപ്പോൾ നമ്മുടെ ആൽഗ എന്താ ചെയ്യുക വെച്ചാൽ, ആൽഗ എന്ത് ചോദിച്ചാൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആൽഗ അവർക്കുള്ള ഫുഡും പ്രൊഡ്യൂസ് ചെയ്യും, കൂട്ടത്തിൽ ആർക്കുള്ള ഫുഡും പ്രൊഡ്യൂസ് ചെയ്യും, ഫംഗസിനുള്ള ഫുഡും കൂടിയും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫംഗസ് എന്തായാലും എനിക്ക് ഫുഡ് ആര് തരുന്നുണ്ട്? ആൽഗ തരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം അല്ലേ? അപ്പോൾ ഫംഗസ് എന്ത് ചോദിച്ചാൽ മിനറൽസും വാട്ടറും എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യും. എന്നിട്ട് ആർക്ക് കൊടുക്കും? നമ്മുടെ ആൽഗയ്ക്ക് കൊടുക്കും. കൂടാതെ നമ്മുടെ ഫംഗസ് ആൽഗയ്ക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഷെൽട്ടറും കൂടി പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പരസ്പരം അവരെന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് രണ്ടാളും ബെനിഫിഷ്യൽ ആയിട്ടൊരു സിംബയോട്ടിക് അസോസിയേഷനാണ് ജീവിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ആൽഗയുടെ ഈ കമ്പോണൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈക്കോബയോണ്ട്. എന്താ വിളിക്കാം? ഫൈക്കോബയോണ്ട്. ആൻഡ് ദ ഫംഗൽ കമ്പോണൻറ്റ് ഈസ് കോൾഡ് ആസ് മൈക്കോബയോണ്ട്. ഓക്കെ, ഫൈക്കോബയോണ്ട് ആൻഡ് മൈക്കോബയോണ്ട്. ആ പേര് മറക്കാൻ പാടില്ല. ആൽഗൽ കമ്പോണൻറ്റ് ഈസ് കോൾഡ് ഫൈക്കോബയോണ്ട് ആൻഡ് ഫംഗൽ കമ്പോണൻറ്റ് ഈസ് കോൾഡ് മൈക്കോബയോണ്ട്. ഓക്കെ, അപ്പോൾ ലൈക്കൻ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി ലൈക്കന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാ? ലൈക്കൻസ് എന്ന് പറയുന്നത് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് അവർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കാൻ കാരണം? അവർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത് അവർ ഗ്രോ ചെയ്യില്ല. ദേ ഡിഡ് നോട്ട് ഗ്രോ ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു സ്ഥലത്ത് ലൈക്കൻസിനെ കണ്ടില്ലെങ്കിൽ അത് കുറച്ച് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസ് ആണെന്ന് മനസ്സിലാക്കാം. ബിക്കോസ് ഇറ്റ്സ് എ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൽ 3 കിങ്ഡംസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ. പ്ലാന്റിങ് ആനിമലിനെ കുറിച്ച് വലിയ കിങ്ഡം ആയതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ R.H. വിറ്റാഗർ വിട്ടുപോയ കുറച്ച് ഓർഗാനിസംസ് ലൈക്ക് വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻസ്. സിമ്പിൾ സംഭവങ്ങളാണ്. ക്ലിയർ ആണോ? ഓക്കെ, എന്നാൽ നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം.
കുറച്ച് എക്സാമിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ സയനോബാക്ടീരിയ ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, അത് സയനോബാക്ടീരിയ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, നെയിം ദ സയനോബാക്ടീരിയ ആൻഡ് ദ കിങ്ഡം ഇറ്റ് ബിലോങ്സ്. ഓക്കെ, ഏതാണ് ആ സയനോബാക്ടീരിയ, അത് ഏത് കിങ്ഡത്തിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുണ്ട്, ഇത് എക്സാമിന് നിങ്ങൾക്ക് തരില്ല കേട്ടോ, ഏതാണെന്ന് അവിടെ എഴുതി തരില്ല. ഓക്കെ, ഏതാണിത്? യെസ്, ഇറ്റ്സ് എ നോസ്റ്റോക്ക്. നോസ്റ്റോക്ക് ആണല്ലേ. നോസ്റ്റോക്ക് ഏതിലാണ് വരുന്നത്? യെസ്, കിങ്ഡം മുനീറയിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ സയനോബാക്ടീരിയയിലെ നോസ്റ്റോക്ക് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഫിഗറിൽ പി എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ട്. ഓക്കെ, ഏതാണ് ആ റീജിയൻ? എന്താണ് ആ റീജിയൻ്റെ പ്രത്യേകത? ഏതാണ് ആ റീജിയൻ? യെസ്, ഇറ്റ്സ് കോൾഡ് ഹെറ്ററോസിസ്റ്റ്. എന്തിനാ ഹെറ്ററോസിസ്റ്റ് സഹായിക്കുന്നത്? നമ്മൾ പഠിച്ചു സയനോബാക്ടീരിയയുടെ ഒരു ഇമ്പോർട്ടൻസ് തന്നെ എന്താ, അത് അറ്റ്മോസ്ഫെറിക് നൈട്രജൻ അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഇത് നോസ്റ്റോക്കിൽ കാണുന്ന അറ്റ്മോസ്ഫെറിക് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് റീജിയൻ ആണ് ഈ ഭാഗം, ആൻഡ് ഇറ്റ്സ് കോൾഡ് ഹെറ്ററോസിസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മളോട് പറയുന്ന ഓരോ പിക്ചറും, ഓരോ പിക്ചറും ഡീറ്റെയിൽ ആയിട്ട് അതിനെ മനസ്സിലാക്കണം. ഓക്കെ, സോ അത്രയുള്ളൂ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ബ്രീഫ്ലി ദ 4 മേജർ ഗ്രൂപ്പ്സ് ഓഫ് പ്രോട്ടോസോവ. പ്രോട്ടോസോവൻ്റെ 4 മേജർ ടൈപ്സിനെ കുറിച്ചാണ് പറയാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുമ്പോൾ ജസ്റ്റ് പ്രോട്ടോസോവ എന്താ എന്നൊരു ജസ്റ്റ് ഒരു ലൈൻ എഴുതാം. പ്രോട്ടോസോവ എന്താണ്? ഹെറ്ററോട്രോപ്സ് ആണ്. അത് പ്രെഡേറ്റർ ആയിട്ടും പാരസൈറ്റ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോസോവൻസ് ഉണ്ട്. സോ ഏതൊക്കെയാ? അമീബോയിഡ്, ഫ്ലജലേറ്റർ, സിലിയേറ്റർ എന്ന് വേണ്ട 4 എണ്ണം ഇതാ. ഓക്കെ, അമീബോയിഡ് പ്രോട്ടോസോവൻസ്. അമീബ നമ്മൾ പഠിച്ചു, സ്യൂഡോപോഡിയ യൂസ് ചെയ്ത് അവർ എന്ത് ചെയ്യുന്നു? ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നു. ഫ്രഷ് വാട്ടറിലാണ് അവർ കാണുക. ആൻഡ് അവർ പാരസൈറ്റ് ആണ്. കുറച്ച് ആൾക്കാർ പാരസൈറ്റ് ആണ്. ഓക്കെ, കുറച്ച് ആൾക്കാർ പാരസൈറ്റ് ആണ്, കുറച്ച് ആൾക്കാർ പ്രെഡേറ്റേഴ്സ് ആണ്. അമീബ ആൻഡ് അമീബ. ഓക്കെ, ഓമല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ്. പേര് തന്നെ നമുക്ക് കിട്ടി. ഫ്ലജല്ല ഉണ്ട്, ഫ്രീ ലിവിങ് ആണ്, പാരാസൈറ്റ്സ് ഫോംസ് ഉണ്ട്, ഡിസീസ് കോസ് ചെയ്യും, സ്ലീപ്പിംഗ് സിക്നെസ് കോസ് ചെയ്യുന്ന ഫ്ലജലേറ്റർ പ്രോട്ടോസോവൻ ആണ് ട്രിപ്പനോസോമ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിലിയേറ്റർ പ്രോട്ടോസോവൻ. ഏതായിരിക്കും? പാരമീസിയം. ആലോചിക്കുക, പാരമീസിയം. സിലിയ ഉണ്ട്. സിലിയ എന്തിനു സഹായിച്ചു? ലോക്കോമോഷന് സഹായിച്ചു. ബോഡി ക്യാവിറ്റി എന്താ വിളിച്ചത്? ബോഡി ക്യാവിറ്റി, ഗല്ലറ്റ്. അപ്പോൾ സിലിയ ബീറ്റ് ചെയ്തു, വാട്ടറിൻ്റെ ഒപ്പം എന്ത് ചെയ്യുന്നു? അവിടെ ഫുഡും ഗള്ളറ്റിലൂടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്തു. എക്സാമ്പിൾ പാരമീസിയം. അപ്പോൾ ഓരോ ടൈപ്പ് എഴുതുക, ആ ടൈപ്പിന് 2 ഫീച്ചർ എഴുതുക, ദെൻ അതിനൊരു എക്സാമ്പിൾ എഴുതുക. സോ അങ്ങനെ വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, ദെൻ അത്രയുള്ള ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗസ്. ഫംഗസ് ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഫംഗസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഗ്രൂപ്പ്സ് തന്നിട്ടുണ്ട്, കുറച്ച് ഫംഗസിൻ്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും വരുന്ന ഫംഗസുകൾ ഏതൊക്കെയാണെന്ന് ഇതൊന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതും. ഓക്കെ, ഫസ്റ്റ് വൺ ഫൈക്കോമൈസൈറ്റ്സ്. ഏതൊക്കെയാ? അതെ, മ്യൂക്കറും ആൽബുഗയും. ഇതാണ് ഓരോ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏത് എക്സാമ്പിൾ ഏതിലാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയണം. ദെൻ അസ്കോമൈസൈറ്റ്. ഏതൊക്കെയാ? ന്യൂറോസ്പോറ. ജനറ്റിക് സ്റ്റഡീസിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അങ്ങനെ ചോദിക്കാം. ആൻഡ് ക്ലാവിസെപ്സ്. ദെൻ ബാസിഡിയോസ്പോസ് അല്ല കേട്ടോ, ബാസിഡിയോമൈസൈറ്റ്സ് ആണ്. ബാസിഡിയോമൈസൈറ്റ്സ് അതിൻ്റെ എക്സാമ്പിളാണ് അഗാരിക്കസ് ആൻഡ് ഒസ്റ്റലാഗോ. ദെൻ ഡ്യൂട്രോമൈസൈറ്റ്സിൽ വരുന്നതാണ് ആൾട്ടർനേറിയ, ട്രൈക്കോഡർമ. ഓക്കെ, കളക്ട്രോട്രൈക്കം ഒക്കെ പഠിച്ചില്ലേ? ഇതാണ് നമ്മുടെ 4 ഫംഗസ് ഗ്രൂപ്പിൽ വരുന്ന എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്തു? ഓർഡർ ചെയ്ത് എഴുതി. സോ അത്രയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ദ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. എന്താ വിളിക്കുക? യെസ്, മൈക്കോറൈസ. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ് നമുക്ക്. ഹൗ ഈസ് മൈക്കോറൈസൽ അസോസിയേഷൻ വിച്ച് ഈസ് ഹെൽപ്ഫുൾ ടു പ്ലാന്റ്സ്? എങ്ങനെയാണ് നമ്മുടെ ഈ മൈക്കോറൈസ അസോസിയേഷൻ പ്ലാന്റ്സിന് ഹെൽപ്ഫുൾ ആവുന്നത്? എങ്ങനെയാ? ഈ മൈക്കോറൈസ വാട്ടറിനെയും മിനറൽസിനെയും കൂടുതലായി അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോയിൽ നിന്ന് അവരെന്ത് ചെയ്യും? കൂടുതൽ വാട്ടർ മിനറൽസ് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ചെടിക്ക് എന്ത് ചെയ്യുന്നു? കൂടുതൽ മിനറൽസ് കിട്ടുന്നു, നന്നായി ഗ്രോ ചെയ്യുന്നു. ഇത് കൂടാതെ മൈക്രോറൈസ ദാറ്റ് ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ.
അബ്സോർപ്ഷൻ സർഫസ് ഏരിയ കൂട്ടുന്നു. സോ കൂടുതലായിട്ട് നമുക്ക് അബ്സോർബ് ചെയ്യാം, കൂടുതൽ മിനറൽസ് കിട്ടും, കൂടുതൽ നന്നായിട്ട് എന്ത് ചെയ്യാം, പ്ലാന്റ്സിന് ഗ്രോ ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ മൈക്കോറൈസ കൊണ്ടുള്ള പ്ലാന്റ്സിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ്. നമുക്കൊരു ഫസ്റ്റ് പെയർ തന്നിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് പെയർ ഫിൽ ചെയ്യും. ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത്? കെറോളസ് ലിനിയസ്. സോ കെറോളസ് ലിനിയസ് സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹം എന്താ കണ്ടെത്തി? യെസ്, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലായിരുന്നു ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. സോ നെക്സ്റ്റ് ആരാ വരുന്നത്? നമ്മുടെ ആർ.എച്ച്. വിറ്റാഗർ. സോ ആർ.എച്ച്. വിറ്റാഗറാണ് ഈ ഫുൾ പാഠം മൊത്തം നിറഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, ആർ.എച്ച്. വിറ്റാഗർ ഏതാ? യെസ്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് ആണ് നമ്മുടെ ആർ.എച്ച്. വിറ്റാഗർ. ഓക്കെ, മാറിപ്പോയത്. ലിനിയേഴ്സ് എന്താണ്? 2 കിങ്ഡം, ആർ.എച്ച്. വിറ്റാഗർ 5 കിങ്ഡം. ദെൻ നെക്സ്റ്റ് തെർമോ ആസിഡോഫൈൽസ് ആൻഡ് ഹാലോഫൈൽസ്. ആരൊക്കെ തെർമോ ആസിഡോഫൈൽസ്, ഹാലോഫൈൽസ്? യെസ്, ആർക്കി ബാക്ടീരിയയുടെ ടൈപ്സ് ആയിരുന്നു അല്ലേ? സോ ആർക്കി ബാക്ടീരിയ ഏതിലാണ് വരുന്നത്? ബാക്ടീരിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാ? എസ് കിങ്ഡം മൊനിയറയിൽ വരുന്ന ആൾക്കാരാണ് അല്ലേ? സോ തെർമോ ആസിഡോഫൈൽസ് മെയിൻ ആയിട്ട് എവിടെ കാണാം? എക്സ്ട്രീം ഹീറ്റുള്ള സ്ഥലത്താണ്. തെർമോ നമ്മൾ പഠിച്ചു. ദെൻ ഹാലോഫൈൽസ് എവിടെയാ? എസ് സാൾട്ടി ഏരിയാസിൽ കാണുന്ന ആൾക്കാരാണ് ഹാലോഫൈൽസ്. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 3 കിങ്ഡംസ് ആണ് ഇതിൽ മെയിൻ ആയിട്ടും വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ടുള്ളത് നമ്മുടെ എക്സാം പോയിന്റ് കേടുന്നതാണ്. സോ നിങ്ങൾക്ക് ഇത് കൂടാതെ കുറേ ക്വസ്റ്റ്യൻസ് എക്സാം പോയിന്റ് റെഫർ ചെയ്യാച്ച കിട്ടും. കൂടുതൽ ഭ്രാന്ത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ്. നമുക്കൊരു റിലേഷൻഷിപ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് വൺ എന്ത് ചെയ്യണം? ഫിൽ ചെയ്യണം, ബ്ലാങ്ക് ഫിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. സോ ഫസ്റ്റ് എന്താ വന്നിട്ടുള്ളത്? ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ഏതാ? കെറോളസ് ലിനിയസ്. അദ്ദേഹം എന്താ കണ്ടെത്തി? യെസ്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആളാണ് നമ്മളെ കെറോളസ് ലിനിയസ്. സോ നെക്സ്റ്റ് വൺ ആരാ? ആർ.എച്ച്. വിറ്റാഗർ. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന പേരാണ് ആർ.എച്ച്. വിറ്റാഗർ. അദ്ദേഹം എന്താ കണ്ടെത്തിയേ? യെസ്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ബി പാർട്ട്. ബി പാർട്ടിൽ എന്താ? ഫസ്റ്റ് വൺ തെർമോ ആസിഡോഫൈൽസ് ആൻഡ് ഹാലോഫൈൽസ്. സോ തെർമോ ആസിഡോഫൈൽസ് ആൻഡ് ഹാലോഫൈൽസ് എവിടെയാണ് പഠിച്ചത്? യെസ്, ഇറ്റ്സ് എ ആർക്കി ബാക്ടീരിയ ആണ് അല്ലേ ഇത്? ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഏത് കിങ്ഡത്തിൻ്റെ അടിയിലാണ് വരിക? യെസ്, കിങ്ഡം മൊനിയറുടെ അടിയിലാണ് വരുന്നത് അല്ലേ? സോ ബാക്ടീരിയ, എല്ലാ ബാക്ടീരിയ എവിടെയാ? കിങ്ഡം മൊനിയറുടെ അടിയിലാണ് വരുന്നത്. ദിസ് തെർമോ ആസിഡോഫൈൽസ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ എക്സ്ട്രീം ഹീറ്റ്, നമുക്കറിയാം തെർമോ എക്സ്ട്രീം ഹീറ്റ് കണ്ടീഷനിലാണ് കാണുന്നത്. ദെൻ ഹാലോഫൈൽസ് എവിടെയാണ് കാണുന്നത്? സോൾട്ടി കണ്ടീഷൻസ് ആണ് നമ്മൾ ഹാലോഫൈൽസിനെ